ഗൈസ്, കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ് പനങ്കുരുവിടെ കച്ചവടം. കുറച്ചാളുകൾക്ക് ഈ ഒരു കച്ചവടത്തെ പറ്റി അറിയാം, എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കച്ചവടത്തെ പറ്റി അറിയില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് പനങ്കുരുവിടെ ബിസിനസിനെ പറ്റി A to Z നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിവ് ലഭിക്കും. നമ്മളെ നാട്ടിൽ അടക്ക വ്യാപാരം എങ്ങനെ നടത്തുന്നോ അതേ രീതിയിൽ വ്യാപാരം നടത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ പനങ്കുരു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സംഭരണവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണ ശൃംഖലയുമുള്ള ഷാനി ട്രേഡേഴ്സിൽ നിക്ഷേപിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക. പനങ്കുരു പല രീതിയിൽ നമുക്ക് പ്രോസസ് ചെയ്തെടുക്കാം. അതിൽ ഒരു രീതി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ കളത്തിലിട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും വയനാട്ടിലേക്ക് വന്ന പനങ്കുരുവാണ്. അതായത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വാങ്ങിച്ച പനങ്കുരുവാണ് നമ്മൾ ഈ കളത്തിലിട്ടിരിക്കുന്നത്. ഏതാണ്ട് 14 ടണ്ണ് പനങ്കുരുവാണ് ഈ കാണുന്നത് മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രോസസ്സിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഒരു രീതിയാണ്, മറ്റു പല രീതികളുണ്ട്. ഇതിൽ ബാക്കി ഞാൻ മറ്റു വീഡിയോകളിൽ ഷെയർ ചെയ്യാം. നമ്മുടെ ഈ കളത്തിൽ കാണുന്ന പനങ്കുരു ഏതാണ്ട് 1 മാസത്തോളം പഴക്കമുണ്ട്. അതായത് പറിച്ചതിന് ശേഷം ഏതാണ്ട് 1 മാസം ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സാധനം എത്തിയത്. 1 മാസത്തിനടുത്തൊക്കെ പനങ്കുരു പ്രോസസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതിന്റെ കുലയിൽ നിന്നും കായ അടർന്നു വീഴും. അങ്ങനെ അടർന്നു വീണ കായയാണ് നമുക്ക് എത്തിയത്. ഈ ഒരു ലോഡിൽ പനങ്കുരുയുടെ നാര് വളരെ കുറവാണ്. ഈ രീതിയിൽ വരുന്ന പനങ്കുരു നമുക്ക് പ്രോസസ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ലോറിയിൽ വന്ന പനങ്കുരു JCB ഉപയോഗിച്ച് അൺലോഡ് ചെയ്തതിനാലാണ് ഇതിങ്ങനെ കൂടിക്കിടക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നിരത്തിയതിനു ശേഷം ട്രാക്ടർ ഉപയോഗിച്ച് തൊണ്ടിൽ നിന്നും പനങ്കുരുവിന്റെ സീഡ് വേർതിരിച്ചെടുക്കാം. പനങ്കുരു പ്രോസസ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് കോൺക്രീറ്റ് കളമാണ്. മൺകളമാണെങ്കിൽ മഴക്കാലത്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും, അതുപോലെ മണ്ണിനടിയിലേക്ക് കുറെ താഴ്ന്നു പോകും. അങ്ങനെ നമുക്ക് ഒരുപാട് ലോസുകൾ ഉണ്ടാവും. അപ്പോൾ കോൺക്രീറ്റ് കളമാണെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് വളരെ എളുപ്പമാണ്. പനങ്കുരുയുടെ ബിസിനസ്സിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാം. ഗൾഫിൽ നിന്ന് വരുന്നവരും അതുപോലെ ചെറിയ മുതൽ മുടക്ക് കയ്യിലുള്ളവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നല്ല പോലെ ലാഭം കിട്ടുന്നതുമായ ഒരു ബിസിനസ്സാണിത്. ഈ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 15 ദിവസമൊക്കെ ഡിലേ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൊറിയത്തില്ല. അതായത് പനങ്കുരു നല്ല രീതിയിൽ ചൊറിയുന്ന ഐറ്റമാണ്. അതായത് പറിച്ച ഉടനെ അതിന്റെ നീര് കയ്യിലായാലൊക്കെ നല്ല രീതിയിൽ ചൊറിയും. പക്ഷെ നമ്മളൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ഡിലേ ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ പനങ്കുരു ചൊറിയുമെന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. മാലയായിട്ടുണ്ട്. ഇത് ഒന്ന് 15 ദിവസം പഴക്കമുള്ള മാലയാണ്. അതുകൊണ്ട് കുറേ ഇത് തൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മറ്റേതൊക്കെ ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഇവിടെ തിങ്ങിയിട്ടുണ്ടാവും ഇതിൻ്റെ കായ്. അപ്പോൾ ഒരു 15 ദിവസമൊക്കെ വെച്ചാൽ ഇത് ഒന്ന് കുലുക്കുകയാണെങ്കിൽ അത് തൊഴിഞ്ഞു പോകും. നമ്മൾ JCBയിൽ തന്നെ വെച്ച് ഒഴിവാക്കിയിട്ടാണ് മൊത്തം തൊഴിഞ്ഞു പോയതിന് ശേഷമാണ് എന്താക്കിയ ലോഡാക്കി വന്നത്. അല്ലെങ്കിൽ 2 വണ്ടിക്ക് കയറ്റാനുള്ള സാധനമുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ നാര് ഒഴിവാക്കിയത് കൊണ്ട് ഒരു വണ്ടിക്കുള്ള സാധനമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നാര് ഒഴിവാക്കിയതിന് ശേഷം എടുക്കുമ്പോൾ പിന്നെ 3 കിലോ 4 കിലോയിലൊക്കെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങുക. അതായത് 100 കിലോന് 3 കിലോ 4 കിലോ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് എന്താക്കുക വാങ്ങുക. ഇതിന് 20 രൂപ റേറ്റ് ആണെങ്കിൽ നമ്മൾ 100 കിലോന് 4 കിലോ കട്ട് ചെയ്യും. അതായത് ഇതിൻ്റെ നാര് 4 കിലോ കട്ട് ചെയ്തിട്ടാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക. പനങ്കുരു ട്രാക്ടർ ഉപയോഗിച്ച് നിരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാര് വലിയ തൂക്കം വരില്ല, പക്ഷേ സൈസ് ഒരു വണ്ടിയിൽ കയറുമ്പോൾ പിന്നെ സ്പേസ് കുറേ പോകും. ഇപ്പോൾ 1 ടണ്ണ് ഒരു വണ്ടിക്ക് കയറാനുള്ള സാധനമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നാരോട് കൂടി കയറ്റുകയാണെങ്കിൽ 2 വണ്ടിക്ക് കയറ്റാനുള്ള സാധനം ഉണ്ടാവും. കുറച്ച് സാധനം ചാക്കിലും ഉണ്ട്. അപ്പോൾ ചാക്ക് നമ്മൾ ഒഴിവാക്കണം. ആദ്യം ഇതൊന്ന് നിരത്തണമെങ്കിൽ ഇതിൻ്റെ വള്ളി നിർബന്ധമാണ്.
കൈ കൊണ്ടൊന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ വേർതിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് 15 ദിവസം പഴക്കണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വണ്ടി കയറുമ്പോഴത്തേക്കന്നെ അത് സ്പ്ലിറ്റായി ഇതിൻ്റെ തോല് വേറെ പരിപ്പ് വേറെ ആകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് 2 മണിക്കൂറൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂർ മിനിമം വണ്ടി കയറിയാലേ റെഡി ആവുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കുരു നല്ലപോലെ ചീഞ്ഞത് കാരണം പെട്ടെന്ന് ക്ലീൻ ആകുന്നുണ്ട്. തോല് വേറെ പിന്നെ പരിപ്പ് വേറെ ആകുന്നുണ്ട്. ഒരു മിനിമം ഒരു 5 ദിവസമെങ്കിലും ചാക്കിൽ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ പണിയെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ സുഖമാണ്. അല്ലെങ്കിൽ കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡ് ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് സീഡ് മുളയ്ക്കാൻ തുടങ്ങും. ഒരു മാസമൊക്കെ ചാക്കിൽ കെട്ടി അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പരിപ്പിന് ക്വാളിറ്റി ഉണ്ടാവില്ല. പരിപ്പിന് ചെറിയൊരു കുത്തു വന്ന പോലെ ഉണ്ടാവും. അതായത് ഒരു ഡെങ്കി അല്ലെങ്കിൽ ഒരു ഉള്ളം കുത്തിയ പോലെ ഉണ്ടാവും. പക്ഷെ അത് സെയിൽ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ ഒരു ക്വാളിറ്റി പെട്ടെന്ന് പിന്നെ ഒരു 10-15 ദിവസം മാക്സിമം ചാക്കി കെട്ടി വെച്ചാൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ കെട്ടിവെച്ചാൽ പെട്ടെന്ന് ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പരിപ്പിന് കുത്തു വരും. അപ്പോൾ സെയിലാകാൻ ബുദ്ധിമുട്ടാണ്. ട്രാക്ടർ ഒന്നും ഓടിക്കാതെ തന്നെ ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കുക. അതായത് ഈ മാലയിൽ നിന്ന് മാല അങ്ങനെ ഉണക്കുക. അതായത് ഇതിൻ്റെ കൊല അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പരിപ്പാക്കിയിട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ വൈറ്റ് ഇതിൻ്റെ മുകളിലത്തെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കുക. പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് ഇത്, ഈ ഒരു പനങ്കുരു. അത് വെച്ചാൽ അതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ എന്താ പറയുക, അതിൻ്റെ തോല് പൊടിയായിപ്പോയിട്ടുണ്ട്. പരിപ്പ് വേറെ, തോല് പൊടിയായിട്ട് വേറെ ഉണ്ട്. വേണ്ട, ഇതിനെ ഒരു ഫാനിലിട്ടാൽ ചെറിയൊരു കാറ്റടിച്ചാൽ പരിപ്പ് വരെ
ചെറിയൊരു ഫാനിലിട്ടാൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ കുരു വേറെ തോല് വേറെ ആയിട്ട് ചെറിയൊരു മെനക്കേടേ ഉള്ളൂ. നല്ല സിമ്പിളാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പനങ്കുരു ഇതാ 3 ദിവസം ഉണങ്ങി ഏതാണ്ട് പാറ്റി ക്ലീൻ ആക്കാനുള്ള കോലത്തിലായുണ്ട്. ഇതിൻ്റെ തോല് ഇതിൽ മിക്സായി വരുന്നതിന് കാരണം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം പിന്നെ ഒരു 3 ദിവസം കൂടി ഉണക്കണം. ഏതാണ്ട് ഒരു 6 ദിവസം നല്ല രീതിയിൽ ഉണങ്ങിയാലേ പനങ്കുരു ഫുള്ള് ക്ലീനായിട്ട് ഫുള്ള് പ്രോസസ്സിങ് ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഫുള്ള് ഡ്രൈ ആയിട്ട് ഉള്ള പനങ്കുരു നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്യാം. 2 വർഷം അല്ലെ 1 വർഷം 2 വർഷം എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. 100% ഡ്രൈ ആയിട്ടുള്ള പനങ്കുരു. മോയ്സ്ചർ ആണെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പൽ വരാനും അതുപോലെ കുത്തു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 100% ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അത് റേറ്റ് കൂടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ അന്നേരം തന്നെ വെക്കണമെങ്കിൽ അന്നേരം തന്നെ വിൽക്കാം, അല്ലെങ്കിൽ റേറ്റ് കൂടിയിട്ട് വേണം കൂടിയിട്ട് വെക്കാം. നമ്മൾ ഇത് 100% ഡ്രൈ ആക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് പണിക്കാരെ കിട്ടാത്ത ചെറിയൊരു പ്രശ്നം കാരണം ഏതാണ്ട് ഒരു 3-4 ദിവസം നമ്മൾ ഈ ഒരു കളത്തിലിട്ട് ഇത് ഉണക്കി. 6ാമത്തെ ദിവസം നമുക്ക് ഇലക്ഷൻ്റെ ദിവസം കുറച്ച് ഹിന്ദിക്കാരെ പണിക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ വെച്ചിട്ട് നമ്മളിതിലെ പൊടി, അതായത് പനങ്കുരുവിൻ്റെ തോല് ഉണങ്ങി പൊടിയായിട്ടുള്ള തോല് നമ്മൾ അരിച്ച് മാറ്റുകയാണ്. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു 2 അല്ലെങ്കിൽ 3 ദിവസം ഒന്നും കൂടി ഉണക്കണം. അതായത് 100% ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. മഴക്കാലത്ത് വേണം മഴക്കാലത്ത് റേറ്റ് കൂടുമ്പോൾ വിൽക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പനങ്കുരുയുടെ ബിസിനസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നാലും ഒരു നല്ല ചാൻസ് ഉണ്ട്. ഏതാണ്ട് ചെറിയ മുതൽ മുടക്കിൽ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷമൊക്കെ കയ്യിലുള്ളവർക്ക് സിമ്പിളായിട്ട് 10 ടണ്ണിൻ്റെ 20 ടണ്ണിൻ്റെ ഒക്കെ പണി എടുക്കാവുന്നതാണ്. കിലോൻ്റെ മുകളിൽ ഒരു 2 രൂപ 3 രൂപ 4 രൂപയൊക്കെ മാർജിന് 100% കിട്ടുന്നൊരു ബിസിനസ്സാണ് ഈ പനങ്കുരുയുടെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മളെ നമ്പർ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാം. ഈ ഒരു കണ്ടീഷനായതുകൊണ്ട് നമ്മൾ ഉണക്കി ഈ ഒരു കണ്ടീഷനായതുകൊണ്ട് പിന്നെ നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. റേറ്റ് കൂടുമ്പോൾ സെയിൽ ചെയ്യും.